ഈ തൈകൾ ഏത് നിങ്ങൾ വാങ്ങി വെച്ചിട്ടും കായ്ച്ചിട്ടില്ലെങ്കിൽ നഷ്ടപരിഹാരം തരും. ഒരു സംശയം വേണ്ട, ഡബിൾ ഗ്യാരണ്ടിയാണ്. അത് തെങ്ങായാലും കവുങ്ങായാലും മാവായാലും പ്ലാവായാലും പേരായാലും ലോഗണായാലും ചിക്കു ആയാലും അങ്ങനെ 100ൽ പരം വെറൈറ്റി തൈകളാണെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മലബാറിലെ ഏറ്റവും വലിയ വിപുലമായിട്ട് ഗവൺമെന്റ് അംഗീകാരത്തോട് കൂടിയിട്ട് സ്വന്തമായി തൈകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും റിസൾട്ട് ഉള്ള തൈകൾ വികസിപ്പിച്ചെടുക്കുന്ന ചിറയിൽ ഗാർഡന്റെ തൈകളാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമതായി ഉറപ്പുവരുത്തേണ്ടത്. ബട്ടർ വെച്ച പലരുടെയും ഒരു പ്രശ്നമാണ്, അത് പൂവിട്ടിട്ട് പൂവാണ്, കായ് ആവണില്ല എന്നുള്ളത്. എന്നാൽ ഇനി ആ പ്രശ്നം അങ്ങോട്ട് മറന്നാളിട്ടോ. ചിറയിലുണ്ട് നല്ല ട്രോപ്പിക്കൽ അവക്കാഡോ, നമ്മുടെ ചൂട് കാലാവസ്ഥയിലും കായ്ക്കുന്ന അവക്കാഡോ. ഇതൊക്കെ ഇതുപോലെ വന്ന് നേരിട്ട് കണ്ട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കുളപ്പുറം റൂട്ടില് ചിറയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ ചിറയിൽ നിന്ന് ചെറേക്കാട് റോട്ടിലാണ് ഈ വരുന്ന ചിറയിൽ ഗാർഡൻ ഉള്ളത്. നമ്മളെ എസ്കോല കോളേജിന്റെ നേരെ ഓപ്പോസിറ്റില് നടന്ന് കാണുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 40 ഏക്കർ ഉണ്ട് കേട്ടോ. കൊയങ്ങിപ്പോവും. ഇത് ചിറയിൽ അഗ്രോ ഗാർഡൻ എന്നുള്ള നഴ്സറിയാണ് വരുന്നത്. ഒരു നഴ്സറി എന്നുള്ളതിലുപരി ഒരു തൈ ഉൽപാദന കേന്ദ്രം നമുക്ക് പറയാം. അതായത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൈകളെല്ലാം നമ്മൾ വിത്തുകളായിക്കോട്ടെ കൊണ്ടുവന്ന് ഇവിടെ മുളപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ മദർമരങ്ങൾ നട്ടിട്ടുണ്ട്. ആ മദർമരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈൻ എടുത്ത ശേഷം നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് ബഡ്ഡിംഗ് ആയാലും ഗ്രാഫ്റ്റിംഗ് ആയാലും ലെയറിംഗ് ആയാലും എന്തായാലും നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചുള്ള തൈകളായതുകൊണ്ട് നമുക്ക് തൈകൾക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കും. ആ തൈകൾ എന്തായാലും കായ്ക്കുന്നത് നമുക്ക് ഉറപ്പാണ്. ഇനി ഇത് കായ്ക്കാതെ സാധ്യത പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായി അതിലേക്ക് ചിലവായിട്ട് ചിലവോ മറ്റു ചേർത്ത് അതിന് കോമ്പൻസേഷൻ നമ്മൾ തരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ഡബിൾ ഗ്യാരണ്ടി ഇതിന് നൽകുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായിട്ടുള്ള ഒട്ടുമിക്ക തൈകളും നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ശേഷം വെക്കുന്നുണ്ട് മാക്സിമം. അപ്പം ഈ തൈകൾക്ക് നമ്മൾ ഈ പറഞ്ഞ ബാധകം ഈ കണ്ടീഷൻ ബാധകമാണ്. നമ്മളൊരു രീതിയിൽ നോട്ടീസും കാര്യങ്ങൾ തരും. നമ്മൾ പറഞ്ഞൊരു ഒരു നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി നമുക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. പിന്നെ സംശയങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ യൂണിറ്റ് നിങ്ങൾക്ക് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അതിൽ വിളിക്കുകയോ വിളിച്ചിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെമഡീസ് എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് ചെയ്യുന്നതാണ്. ഇല്ല ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് നമ്മൾ കൊറിയർ സർവീസ് ആയിട്ടും അതുപോലെ തന്നെ ഏകദേശം തൃശ്ശൂർ മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ നമ്മൾ നഴ്സറികൾക്ക് നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചിറയിലെ തൈകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നമുക്ക് ലഭിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടാഗ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അവരുടെ ബില്ലിൽ ഇത് ചിറയിലെ തൈയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യിപ്പിച്ച് വാങ്ങുകയാണെങ്കിൽ ഓക്കെ. കാരണം നമുക്ക് നമ്മുടെ തൈ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ തൈകൾ തന്നെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ഗ്യാരണ്ടി നമുക്ക് ഉറപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബയോഫ്ലോക്ക് യൂണിറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നനക്കുന്നതിൻ്റെ ഒരു വീക്കിലായിട്ടൊക്കെ നമ്മൾ ഇവിടുത്തെ മീൻ വെള്ളം ഉപയോഗിച്ചിട്ട് അമോണിയ വാട്ടറാണ് ഉപയോഗിച്ച് നനക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വെർമി കമ്പോസ്റ്റ് യൂണിറ്റുകളുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വെർമി വാഷ് ലിക്വിഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ സ്പ്രേ നമ്മൾ കൊടുക്കുന്നുണ്ട്. വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നതും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രം പ്ലാന്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡ്രമ്മിലായിട്ട് തൈകൾ ഇപ്പം സ്ഥലമില്ലാത്ത ആൾക്ക് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ ഡ്രമ്മിലേക്ക് തൈകളാക്കാനും അതിൽ തന്നെ മൾട്ടി തൈകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടങ്ങൾ വെച്ച് പോയിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ വർക്ക് നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. ഇല്ല നിങ്ങൾക്ക് ഈ പ്ലാൻ കാര്യങ്ങൾ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു ഏത് സർവീസും നമ്മളിവിടുന്ന് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ ഉണ്ടാവോ കായ്ച്ചോ എന്നുള്ള സംശയമായിട്ട് കൺഫ്യൂഷനായിട്ട് ആരും ഇരിക്കേണ്ട. നേരം കണ്ട് പോരി ചിറയിൽ ഗാർഡൻക്ക് അല്ലെങ്കിൽ ഓല നമ്പറിൽ ഒന്ന് വിളിച്ചാൽ ചിറയിൽ ഗാർഡനിൽ ഉണ്ടാവുന്നതേ കൊടുക്കണുള്ളൂ. ഓല കൊടുക്കുന്നതൊക്കെ ഉണ്ടാവണമുണ്ട്.